ഷാബു പ്രസാദ് ബി.ജെ.പി സഹയാത്രികൻ കൂടെ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഷാബു, തുടക്കത്തിൽ തന്നെ ഈ ആശമാരോട് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്, വീണ ജോർജ് പറയുന്നുണ്ട്, 100 കോടിയുടെ ഒരു കുടിശ്ശിക കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് കിട്ടാതെ നിങ്ങളുടെ ഈ ഓണറേറിയത്തിന്റെ കുടിശ്ശിക തന്നു തീർക്കാൻ കഴിയില്ല. 5-ാം ദിവസമാണ് അവരാദ്യം ചർച്ചയ്ക്ക് വിളിക്കുന്നത്. പിന്നീടൊരു 21 ദിവസം കഴിഞ്ഞപ്പോൾ 3 മാസത്തെ ഓണറേറിയം കുടിശ്ശിക സംസ്ഥാന സർക്കാർ തന്നെ കൊടുത്തു തീർക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുകയാണ് ഓണറേറിയം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന്. അതിന്റെ സാങ്കേതിക അങ്ങനെ തന്നെയാണോ? പൂർണ്ണമായ കണക്കുകളോട് തന്നെയാണോ കേന്ദ്രം ഈ കുടിശ്ശിക നയാ പൈസ ഇല്ല എന്ന് പറയുന്നത്? ഇതിന്റെ സാങ്കേതികത്വത്തിനെ പറ്റിയൊന്നും എനിക്ക് വലിയ അറിവില്ല. പക്ഷെ ഒരു കാര്യമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്, പൊതുയോഗത്തിലോ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിലോ ഒന്നുമല്ല, പാർലമെന്റിൽ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്. പാർലമെന്റിൽ അങ്ങനെ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ കണക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു കേന്ദ്രമന്ത്രിക്ക് പാർലമെന്റിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. അവർക്കില്ലാത്തത് പറയാൻ കഴിയില്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയാൻ കഴിയില്ല, കള്ളം പറയാൻ കഴിയില്ല. അതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവകാശ ലംഘനമാകും, പിന്നെ പ്രിവിലേജ് മോഷനാകും, വലിയ പ്രശ്നമാകുന്ന കാര്യങ്ങളാണത്. അതുകൊണ്ട് 100% ഓതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു മന്ത്രിക്ക് പാർലമെന്റിൽ ഉത്തരം പറയാൻ കഴിയുള്ളൂ. അസംബ്ലിയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ ഒരു പത്രപ്രസ്താവനയായിട്ടോ പൊതുയോഗത്തിലോ രാഷ്ട്രീയ പ്രതികരണമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ, ഇത് കള്ളം പറയുന്നതാണെന്ന് പറയാം. പക്ഷെ പാർലമെന്റിൽ അത് പറയാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞത് 100% നാം മുഖവിലേക്ക് എടുക്കേണ്ടി വരും. ഇത്രയും നാള് ഈ സമരം തുടങ്ങി ഇതുവരെ ഇവിടെ സംസ്ഥാന സർക്കാരും മന്ത്രി വീണ ജോർജും ഒക്കെ ഈ നമ്മുടെ അവിടെ സമരം ചെയ്യുന്ന സ്ത്രീകളെയും ഈ കേരള സമൂഹത്തിനെയും മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെയുള്ള നിഗമനത്തിൽ എത്തേണ്ടി വരും. കാര്യം ഓണറേറിയം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്ന് കേന്ദ്രം ഇവിടെ ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ. ഇത്രയും സമരം ഇത്രയും നാളായി, ഇത്ര ക്ലാരിറ്റിയോടുകൂടി ഒരു പ്രതികരണം സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്. എങ്ങും തൊടാതെ, ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയും തൊടാതെ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കേന്ദ്രത്തിനെ കുറ്റം പറയുന്ന ആ ലെവലിലേക്ക് പോകുന്നതല്ലാതെ ക്ലാരിറ്റിയോടുകൂടി ഒരു ഉത്തരം പറയാൻ സാധിച്ചു. ഇപ്പോഴും അസംബ്ലി നടക്കുന്നുണ്ടല്ലോ, അസംബ്ലിയിൽ പറ, ഇതിന്റെ മറുപടി എന്താണ് എന്നുള്ളത് ഈ വീണ ജോർജ് അസംബ്ലിയിൽ പറയട്ടെ. അസംബ്ലിയിൽ കള്ളം പറയാൻ പറ്റില്ലല്ലോ, പറയട്ടെ. അതാണ് വേണ്ടത്. അപ്പോൾ ഓണറേറിയം കൊടുക്കേണ്ടത്, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഓണറേറിയം കൊടുക്കേണ്ടത് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ടത് ഇൻസെന്റീവുമാണ്. ആ ഇൻസെന്റീവ് ഞങ്ങൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഇതിനെക്കാട്ടി കൂടുതൽ എന്ത് ക്ലാരിറ്റിയാണ് ഇതിന് വേണ്ടത്? ഇനി അത് എത്ര എങ്ങനെ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ രീതിയിൽ നയമല്ലേ ഇവരും സംസ്ഥാന സർക്കാർ എടുക്കേണ്ടത്? കാര്യം ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഒരു ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. ആ കൺകറന്റ് ലിസ്റ്റിലുള്ളതിൽ ഞാൻ താങ്കളിലേക്ക് വരാം.